ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ തിരക്കുകളിലൊക്കെ മാറ്റിയിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് സൂത്തായി. ഒരു എന്താ പറയുക ഒരു നമ്മുടെ കർക്കിടക മാസമൊക്കെ തുടങ്ങാനായില്ലേ. അപ്പോൾ വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പകല് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറും കഴിഞ്ഞ് ഒറ്റ കിടത്തം സുഖമായിട്ടൊന്നും ഉറങ്ങി. ഇനി വൈകുന്നേരത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയാണോ എന്നുള്ളത് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കുഞ്ഞു വൈകുന്നേരമാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് റൂട്ടീൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പൊ രാവിലെ സമയം 3:45. 3:45 ബസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എഴുന്നേക്കും ചായ വെക്കാനും ഒക്കെ ആയിട്ട്. ചായ വെക്കാൻ നമുക്ക് പാലുണ്ട്. എങ്ങനെ ഇത് ഇവിടെ ഒരു ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന കേട്ടോ. എന്താ പാക്കറ്റ് പാലല്ല, പശുമ്പാൽ അങ്ങനെ പറയാലോ. ഓക്കെ, അപ്പോൾ ആകുമ്പോൾ 4:10 എത്തുക സ്കൂളിൽ വിട്ടിട്ട്. അപ്പൊ അവൻ എഴുന്നേക്കുമ്പോഴേക്കും അവൻ എത്തുമ്പോഴേക്കും ഞങ്ങൾ ചായയൊക്കെ വെച്ച് സെറ്റ് ആയിരിക്കും കേട്ടോ. അവനാണ് ചായയൊക്കെ വെച്ച തണുത്ത ആറിക്കൊണ്ടാണ് കുടിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോ തന്നെ എഴുന്നേറ്റ് വെക്കും. അച്ഛൻ കടയിലുണ്ടല്ലോ, അച്ഛനെ ഇരുന്നിരുന്ന് ബോറടിക്കുമല്ലോ. അപ്പൊ ഒരു 4 മണിയാകുമ്പോഴേക്ക് ചായയൊക്കെ വെച്ചാൽ ഒന്ന് ഉഷാറാവുമല്ലോ. അപ്പൊ ആശുണ്ണി ഉറങ്ങണ ഗ്യാപ്പില് ചായ വെക്കാം. അതുകൊണ്ടെങ്കിൽ ബൂസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അവൻ ആദ്യം ബൂസ്റ്റ് റെഡിയാക്കട്ടെ. എന്താ പറയാ, ഇത് ഞാൻ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. വെള്ളം ചേർക്കാത്ത വെറും പാലാണ്. ഉച്ചക്ക് ഞങ്ങൾ എന്തായിരുന്നു, ഉച്ചക്ക് സാമ്പാറ്, മോരുകറി, മീൻ വറുത്തത്, നല്ല നത്തോലി കിട്ടായിരുന്നു കേട്ടോ. നത്തോലി, ഞങ്ങളുടെ അവിടെ നത്തല് എന്നാ പറയാ. നത്തോലി കിട്ടിയിരുന്നു. പിന്നെ പയറ് ഉപ്പേരി, പയറ് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയില്ലേ. ഞങ്ങളുടെ ഇവിടെ മെഴുക്ക് പുരട്ടി വേറെ, തോരൻ വേറെ, അങ്ങനെയൊന്നുമില്ല, എല്ലാം ഉപ്പേരിയാണ്. ഓക്കെ, അപ്പോ ബൂസ്റ്റ് പണ്ടൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വെറുതെ കഴിക്കില്ല നമ്മൾ. പക്ഷെ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന നേരെ ആ ഒരു പ്രായമായപ്പോൾ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷെ എൻ്റെ മോൻ്റെ അല്ലേ എന്നുള്ള കാരണമുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ തോന്നും. അപ്പൊ ഇടയ്ക്ക് കഴിക്കും. സിലിണ്ടറിൽ ഗ്യാസ് തീരാനായി വന്നു. ഒച്ചപ്പാടും ബഹളമൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ 4 മണിക്ക് ആവുന്ന സ്കൂൾ കഴിഞ്ഞ് വന്നാൽ സ്നാക്സ് ആയിട്ട് ഞാനൊന്നും കഴിക്കില്ല. ഞാനത് സ്കൂൾ വിട്ട് വന്നാൽ നന്നായിട്ട് ചോറ്, അല്ലെങ്കിൽ ഹോട്ടലായിരുന്നു. അപ്പൊ നല്ല പൊറോട്ടയൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ഹോട്ടലായിരുന്നു. അപ്പൊ പൊറോട്ട വൈകിട്ട് സ്കൂൾ വിട്ട് വന്നാലും പൊറോട്ട ഉണ്ടാവും. പൊറോട്ട കഴിക്കും. അല്ലെങ്കിൽ ചോറ്, മീൻ വറുത്തതോ, ബീഫോ, മുട്ട പൊരിച്ചതോ, പപ്പടം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഈ പിള്ളേർക്കൊന്നും വേണ്ട, ചോറൊന്നുമല്ല. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് പാല് കുടിക്കും, അതന്നെ. പിന്നെ ഒന്നും കഴിക്കില്ലേ ചെറുക്കൻ. പിന്നെ വേറെ ലേസ്, ബിസ്ക്കറ്റ്, മിഠായി അതൊക്കെ ആണെങ്കിൽ പിന്നെ കഴിക്കട്ടോ. ഞാനത് കൊടുക്കാറില്ല. കഴിച്ചില്ലേലും വേണ്ടില്ല, പാല് കുടിക്കുന്നില്ലേ മതി. കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, അത് കഴിക്കരുത്. അല്ല വേറൊന്നും ഈ വക സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന് പറയും. അവസാനം നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ആദ്യം കുറച്ച് ദിവസം കഴിക്കും, പിന്നെ 2 ദിവസം കഴിക്കാൻ 3-ാമത്തെ ദിവസം ഹോസ്പിറ്റലിലാണേ. അപ്പോ ആ പരിപാടി അങ്ങ് നിർത്തി. എന്നാലും പൂതിയല്ലേ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കൂട്ടോ. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെയുള്ള മാഗി കഴിക്കില്ല. അപ്പൊ ഞാൻ ഈ സാധനം മാഗി ഒന്നും കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അവൻ അങ്ങനത്തെ ഐറ്റംസുകളൊന്നും എന്താ പറയാ, വേറെ നമ്മൾ ഉണ്ണിയപ്പോ അല്ലെങ്കിൽ എണ്ണയിലപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വല്ല ബ്രെഡ് റോസ്റ്റോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തൊന്നും കഴിക്കില്ല. വെറുതെ ഈ ഒരു കപ്പ് പാല് കുടിക്കുക. അപ്പൊ പിന്നെ അതാ ഞാൻ മെയിനായിട്ടും വെള്ളം ചേർക്കാതെ തന്നെ കൊടുക്കുന്നത്. ശരി, പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് പാല് എങ്കിലും ബൂസ്റ്റായിട്ട് അങ്ങനെ കിടക്കട്ടെ വിചാരിച്ചത്. പിന്നെ ഒരു 6:30 കഴിഞ്ഞ് ഒരു 6:45, 7 മണിയാകുമ്പോൾ ഞാൻ അവന് ഡിന്നർ കൊടുക്കും. പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളുടെ അവിടെ എങ്ങനെയാ? കർക്കിടക മാസം ആവുന്നതിന് മുമ്പ് ഇവിടെ എന്താ പറയാ, ആ 1-ാം തീയതി ഞങ്ങൾ പറയുന്നത് സംക്രാന്തി എന്നാണ്. ആക്ച്വലി സംക്രമം എന്നാണ്, പക്ഷെ ഞങ്ങളിവിടെ സംക്രാന്തി പറഞ്ഞിട്ട് അങ്ങനെയായി. അപ്പൊ അതിനു മുന്നേ വീട് ഫുള്ള് ക്ലീനിങ് ആയിരിക്കും, വൃത്തിയാക്കലായിരിക്കും. അതിനുശേഷം ഈ ചേട്ടകളെ എന്ന സംഭവമൊക്കെ ഉണ്ടാവും. എന്താ പറയാ, മൈലാഞ്ചി ഇടലുണ്ടാവും. നിങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ പണ്ടൊക്കെ അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. കൈ പൊതിയും ഫുൾ മൈലാഞ്ചി ഇട്ടിട്ട്. ഇപ്പൊ എവിടെ, അതൊന്നുമില്ല. എന്നാലും ഇപ്രാവശ്യം മൈലാഞ്ചി ഇടണമെന്ന് വെച്ചിട്ടാണ്.
ഫേസിൽ എന്തിനാന്ന് അറിയില്ല, അതേ 2 പിമ്പിൾസ് വന്നിട്ടുണ്ട്. ബ്ലഡി ഇഡിയറ്റ് പിമ്പിൾസ്. ഇടയ്ക്ക് അങ്ങനെയാ, എൻ്റെ ഫേസിൽ അങ്ങനെ വരാറില്ല. ഇതിപ്പോ എന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയാത്ത. എന്തെങ്കിലും ഞാൻ പ്രോഡക്ട്സിന്റെ ഒരു അനാവശ്യമായിട്ട് യൂസ് ചെയ്തു, ഡേറ്റ് കഴിഞ്ഞ വല്ലതും പറയാൻ പറ്റില്ല. ഒന്നുമില്ലാന്നാ തോന്നുന്ന, അറിയില്ല. ചായ ചൂട്. അയ്യോ, ഗ്ലാസ് നിറച്ച് ചായ വെച്ച് തരം കൂടി ചൂടായി. അച്ഛനുള്ള ചായ കൊണ്ടേ കൊടുക്കാം. അച്ഛൻ അവിടെ കടയിൽ ഇരിക്കുന്നുണ്ടാവും, കൊണ്ടേ കൊടുക്കാം. അയ്യോ, ഡോർ അടച്ചിരിക്കും. ആകുണ്ണി വരുന്നുണ്ട് കേട്ടോ. ആകോട്ടൻ വന്നോട്ടോ. ആകോട്ടൻ ബസ്സിൽ തന്നെ ഉറങ്ങിയിട്ടാ വരിക. അല്ലേ ആകോട്ടാ? നോക്ക്, തവള വെള്ളത്തിൽ കുളിക്കുന്നു. മുഖം കണ്ടാവുന്നില്ല ഉറങ്ങിട്ട്. അയ്യോ, ഇത്ര വലുതായിട്ട് ആകോട്ടനെ എടുക്കണ്ടേ? എന്നമ്മേ ഉറങ്ങണോ? ഉറങ്ങാൻ പറ്റില്ല, മതി. ബസ്സിൽ ഉറക്കം തുടങ്ങിയിട്ടാണെങ്കിൽ വീടെത്തി കഴിഞ്ഞാൽ പിന്നെ ആകുണ്ണി ഒന്ന് ഉഷാറാവും. ഷൂവും സോക്സൊക്കെ തന്നെ ഊരാന്നാ പറയുന്നു. ട്രൗസറൊക്കെ കാണണം. അല്ല, പാടത്ത് കൂട്ടാൻ പോയ പോലെ ഉണ്ട് ചളി. വൈറ്റ് ആണെങ്കിൽ പിന്നെ പറയണ്ട. എല്ലാം തന്നെ ആകുണ്ണി എല്ലാം തന്നെ കഴിക്കും. ആകുണ്ണി ആണ് ഗുഡ് ബോയ്. ആശുണ്ണി ഉണ്ടോ? ഉറങ്ങാണ്, നല്ല ഉറക്കത്തിലാണ്. വന്ന് ടി വി ഇടാൻ ആരാ പറഞ്ഞ? വന്ന് കഴിഞ്ഞ ടി വി ഓൺ ചെയ്യണം. എന്നാ തുടക്കി. ടി വി ഓൺ ആക്കിയില്ലെങ്കിൽ ഒരു സമ്മാനം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനും അങ്ങനെ തരുന്നായിരുന്നു. സ്കൂൾ വിട്ട് വന്നാൽ ഞാൻ നേരെ പോയി ടി വി ഓൺ ചെയ്യും, എന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ കുറ്റം പറയും ആ കുട്ടീനെ? അവന് പാല് കൊടുക്കട്ടെ. പാലിനെ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റ് ഉണ്ട്, കഴിക്കുമെന്നറിയില്ല. ചോദിച്ചു നോക്കാം. ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങിച്ചിട്ട് വേണേ, ഇല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആക്കി കളയും. പാല് അരിക്കണം, അല്ലെങ്കിൽ പാടയണ പറഞ്ഞിട്ട് പിന്നെ അതും കുടിക്കില്ല. കുറെ പ്രത്യേകതരം ശീലങ്ങൾ ഉണ്ടാകും. ഞാൻ പിന്നെ കുറെ ഒന്നും മൈൻഡ് ചെയ്യില്ല. പറ്റാണെ കുടിച്ചാൽ മതി പറയും. അല്ലേ, അങ്ങനെ ശീലിക്കണ്ടേ? എല്ലാം ശീലാവണ്ടേ? അങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മള് എന്താ അത് അന്നതും തുടങ്ങി തല്ലി പൊളിക്കാൻ. അപ്പോ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ ഉള്ളത് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ വേണ്ട. അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ, അവൻ ഇവിടെ എന്തുണ്ടാക്കിയാലും ഈ സ്നാക്സ് അത് ഞാൻ ഓക്കെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പറ്റില്ല, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്താണെങ്കിലും, പച്ചക്കറി ആണെങ്കിലും മീനാണെങ്കിലും രാവിലത്തെ പലഹാരം ആണെങ്കിലും ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കഴിക്കുക. ദാറ്റ് ഇസ് ദ റൂൾ. പാല് ഇല്ല, ലേസ് വരുമെന്ന്. ആകുണ്ണി വന്നു കഴിഞ്ഞാൽ ആശുണ്ണിക്ക് മനസ്സിലാവട്ടാ. അപ്പൊ എഴുന്നേക്കിട്ട് മൂത്രം ഒഴിച്ചു വിടുകയാണ്. പൈപ്പ് ഓൺ ചെയ്തു. കഴിക്കൂ. എന്നടേ ഹായ്, ഗുഡ് ഈവനിങ്. എന്താ ശരി, കഴിഞ്ഞാ ഉറക്കം? അതാണ് ശരി വരുന്നത്. നമസ്കാരം. കാലം കൊണ്ടോ ഞങ്ങൾ നമസ്കാരം പറയും, കണ്ടില്ലേ? നമസ്കാരം. അതാ കൊണ്ടുവരൂ. ഞാൻ വന്നിട്ട് കുഞ്ഞാവനെ കണ്ടിട്ടില്ല. അമ്മ കുഞ്ഞാവനെ അങ്ങോട്ട് കൊണ്ടുപോകാതെ. ആകോട്ടെ കണ്ടില്ല അത്ര നിങ്ങൾ. അപ്പൊ പോയിട്ട് കാണിച്ചു കൊടുക്കാൻ പോയിട്ട് ആകോട്ടിന് കാണിച്ചു. ആകോട്ടെ കണ്ട ഒരു ചിരിയാണ് കേട്ടോ. ആകോട്ടെ ഇതാകോട്ടെ.
ആയിക്കോട്ടെ വന്നു. ആ ബസ് ഓൺ അടിച്ചതാണ്. ആദ്യം ബസ് പോവാ. വന്നു കഴിഞ്ഞ ഒരു ഷിൻജാന് ഇതുകൊണ്ട് വല്ലാത്ത ശല്യമായിരിക്കാണ്. ഒരു ഷിൻജാനും ഇവനും ഉണ്ട്. ഓ ഏട്ടനും അനിയനും രണ്ടും ഇരുന്ന് TV കാണാണ്. പിടിച്ചിരുത്തിയിരിക്കാണ്. അശ്വിനി അതാ പോയി. അപ്പിടത്തെ ചെമ്പക സീസണായിട്ട് നിറയെ ചെമ്പകം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ഇരിക്കട്ടെ മണക്കാൻ. അപ്പോൾ കുറേ നേരം ഇരുന്ന് 6 മണിയും കയറുന്നില്ല കേട്ടോ. അപ്പോൾ 6 മണിൻ്റെ ലഞ്ച് ബോക്സ് എന്ന് തോന്നുന്നു. കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ചിലപ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യവൻ. ഇന്നെന്താ കടലയാക്കി കൊടുത്തു. കടലയും കഴിച്ചിരിക്കണോ. സ്നാക്സ് ആയിട്ട് പിന്നെ ബിസ്ക്കറ്റ് തന്നെ കഴിക്കുള്ളൂ. ഫ്രൂട്ട്സ് കഴിക്കില്ല. വേറെ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയ പലഹാരം കഴിക്കില്ല. പിന്നെ എന്താക്കി കൊടുക്കുക? ഈ ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചോറ് കഴിച്ച് കൊടുത്തു. അത് കഴിച്ചിരിക്കണം. ഓറിയോ, മാൽക്കസ്റ്റ്, ഡാർക്ക് ഫാൻറ്റസി അതൊക്കെയാണ് അവന് പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വൈകിട്ടത്തേക്കുള്ള പരിപാടികൾ നോക്കണം. ചപ്പാത്തി ഉണ്ടാക്കണം. രാവിലത്തെ കടലക്കറിയുണ്ട്. പിന്നെന്താ ഞങ്ങൾക്ക് മീനുണ്ട്, നത്തോലി ഉണ്ട്, സാമ്പാറുണ്ട്, പേരിയുണ്ട്. വേണമെങ്കിൽ ഒരു പപ്പടം വെച്ചാൽ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടം വെച്ചിട്ട്. ഇപ്പം ആശ്വമിനി 2ാമത് സെറ്റ് ഉറങ്ങിയിട്ടുണ്ട്. അവനുള്ള കൂള് റെഡിയാക്കാറുണ്ട്. ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ എടുത്ത് മിക്സാക്കിയാൽ മാത്രം മതി. അവൻ ആദ്യം ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചിരുന്നത്. ഇപ്പം പിന്നെ മധുരം കഴിക്കാൻ തുടങ്ങി. ആരും മധുരം കൊടുത്ത് കഴിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഉപ്പാക്കി. ഇപ്പോൾ വീണ്ടും ഉപ്പ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോറ അരച്ചതാണ് കേട്ടോ. കോറ ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് അതിന് ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ. എന്നിട്ട് ഞാനിതിൽ ബെല്ലല്ലേ ഇത്രയും മതി കേട്ടോ. കുറുക്കി വരുമ്പോൾ നിറയുണ്ടാവും. അത്ര നമ്മൾ കഴിക്കുള്ളൂ. കുറച്ചുകൂടെ ചേർക്കാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെല്ലം ഇട്ട് വയ്ക്കും. അപ്പോഴേക്കും എന്നുണ്ടോ ഈ ഒരു പീസ് വെല്ലം ഇട്ട് വയ്ക്കും. ഇത് ഇത്രയും വെല്ലം അവന് വേണം. എന്നാലാണ് ആ ഒരു മധുരമാണ് അവന് വേണ്ടത്. ഇതിട്ട് വെച്ചാലാണ് ഉണ്ടാക്കുമ്പോഴേക്കും അലിയുള്ളൂ കേട്ടോ. അതിനാണ് ഞാൻ ഇപ്പം തന്നെ ഇട്ട് വയ്ക്കുന്നത്. ഇപ്പം എന്തായാലും ഉറങ്ങല്ല അവൻ. കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അധികം പണികളൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വൈകുന്നേരത്തൊക്കെ ഇതിപ്പോൾ വീട് വൃത്തിയാക്കൽ അത് ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് വീട് വൃത്തിയാക്കൽ ഉള്ളതുകൊണ്ട് രാവിലെ കുറച്ച് നേരം തിരക്കുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയല്ലേ വേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിച്ചണൊന്നും എനിക്ക് മാറാൻ പറ്റില്ല. എപ്പോഴും ഞങ്ങൾ ഇതിനകത്ത് തന്നെ എനിക്ക് ഓരോന്ന് ഇത് പറഞ്ഞ് ആളുകൾ കൂടുന്തോറും ക്വാണ്ടിറ്റിയും കൂടി വരികയല്ലേ. അപ്പോൾ അവർ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ഒരു കറിയെന്ന് വെച്ചാൽ ഇല്ലേ മിക്ക വീട്ടുകളിലും അങ്ങനെ തന്നെയല്ലേ. രാവിലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കറി വെച്ചാൽ പിന്നെ അത് വൈകിട്ടത്തേക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ അവരങ്ങനെ സ്പെഷ്യൽ ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് പുറപ്പെടും. അത് ഞാൻ ചിലപ്പോൾ തോന്നണം മൂടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. ഉണ്ണിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് കഴിക്കണം എന്ന് തോന്നി ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കും. പിന്നെ ഭക്തി സാന്ദ്രമായ ഭക്തിനേകി ശക്തി അമ്പനി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. സർവമുക്തിദായികേ സുവർണ പത്മസുസ്ഥിതേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. നാരായണ
ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സകല ലോക ജീവികൾക്കും അമ്മയായി ഉമ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ. എന്താ അങ്ങനെ ഇട്ടിരിക്കണം? അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. രണ്ടുപേര് മേലെ കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവുണ്ണിനെ പഠിപ്പിക്കാനിരിക്കണം, ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആശുണ്ണിക്ക് കഴിക്കാനും കൊടുക്കണം. അപ്പോഴേക്കും ആവുണ്ണിക്ക് വിശക്കാൻ തുടങ്ങും, പാത്രം പോകാൻ തുടങ്ങും, അങ്ങനെ അങ്ങനെ പല പല ആവശ്യങ്ങളുണ്ടാവും. ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ആദ്യം ഇത് വന്നു, പിന്നെ ഇത് വന്നു, പിന്നെ ഇത് ഇവിടെ വരുന്നു. എന്തുകൊണ്ടാണാവോ ലൈനായിട്ട് വരുന്നത്? എന്തായാലും പറയൂ. സന്തോഷം. ആഘോട്ടനെ കണ്ടിട്ടോ? ആഘോട്ടനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വൈകുന്നേരത്തെ റൂട്ടീന്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഈവനിങ് റൂട്ടീൻസ് ഇതൊക്കെ തന്നെയാണോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.